എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഗുജറാത്ത് കലാപത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഹിന്ദുക്കളെ മോശക്കാരാക്കി സിനിമ കാണിക്കുന്നേ മോഹൻലാലിനെ പൃഥ്വിരാജ് പറ്റിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തുനിന്ന് മറുപടി കൂട്ടുന്നു. പല മാധ്യമങ്ങളും അതിനെ കൂട്ടുപിടിക്കുന്നു. അതിന് പിന്നാലെ ലാലേട്ടൻ തന്നെ തന്റെ ഫേസ്ബുക്കിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്നു. സിനിമയിലെ 3 മിനിറ്റിനടുത്ത് ദൈർഘ്യമുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുന്നു. അതിന് പിന്നാലെ സംവിധായകനായിട്ടുള്ള മേജർ രവി ലൈവിൽ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അങ്ങനെ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്തായാലും നമുക്കിവിടെ ലാലേട്ടന്റെ ആ മാപ്പ് പറച്ചിലൂടെ തന്നെ തുടങ്ങാം. ഫേസ്ബുക്കിൽ കുറിച്ച ലാലേട്ടന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ 2ാം ഭാഗമായിട്ടുള്ള എമ്പുരാന്റെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്ന കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ സിനിമ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ ബാധ്യതയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിന്റെ ഉത്തരവാദിത്തം സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ സിനിമയിൽ നിന്നും നിർബന്ധമായി നീക്കം ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ടിൽ നിങ്ങളിൽ ഒരാളായിട്ടാണ് എന്റെ സിനിമാ ജീവിതം ഞാൻ നയിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവുമാണ് എന്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹപൂർവ്വം മോഹൻലാൽ. ഇതായിരുന്നു മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ. ഉള്ളത് പറയാലോ, മോഹൻലാലിന് ഈ പോസ്റ്റ് കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം മോഹൻലാൽ എന്ന വ്യക്തിയിൽ നിന്നും ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. മോഹൻലാൽ എന്ന വ്യക്തി ആരാണ് എന്താണ് എന്ന് കഴിഞ്ഞ കുറെ കാലങ്ങളായി മലയാളികൾക്ക് അറിയാം. തന്റെ കൂടെ നടക്കുന്ന വ്യക്തി ആരാണെങ്കിലും അവരെ പിണക്കാത്ത രീതിയിൽ അഭിപ്രായം പറയുകയും നിലപാടെടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് മോഹൻലാൽ. അത് പലപ്പോഴും ലാലേട്ടന്റെ പെരുമാറ്റത്തിൽ നിന്നും തോന്നിയിട്ടുണ്ട്. മുമ്പ് താൻ മെമ്പറായിട്ടുള്ള അമ്മ എന്ന സംഘടന അടക്കം ആരോപണം നേരിട്ടപ്പോൾ മോഹൻലാൽ എടുത്ത നിലപാട് എന്താണെന്ന് നമ്മൾ മലയാളികൾ എല്ലാവരും കണ്ടതാണ്. ഒരിക്കൽ പോലും സമൂഹത്തെ സ്വാധീനിക്കുന്ന നിലയിൽ മോഹൻലാൽ അഭിപ്രായം പറയുന്നതോ നിലപാടെടുക്കുന്നതോ ഒന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. സോ അങ്ങനെ ഒരു വ്യക്തി എന്ന നിലയിൽ മോഹൻലാൽ ഇങ്ങനെ ഒരു ഖേദപ്രകടനം നടത്തിയതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ മോഹൻലാലിന്റെ കൂടെ നടക്കുന്ന പല പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും വലതുപക്ഷ അനുകൂലികളാണ് എന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. പലരും അത് ഓപ്പൺ ആയി തന്നെ തുറന്ന് പറഞ്ഞതുമാണ് ഞാനൊരു BJP-കാരനാണ് എന്നുള്ളത്. എന്തായാലും മോഹൻലാലിന്റെ ഈ മാപ്പപേക്ഷ സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള പൃഥ്വിരാജ് അടക്കം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലേ. എന്തായാലും മോഹൻലാലിന്റെ ഈ മാപ്പപേക്ഷയ്ക്ക് ശേഷം പല മാധ്യമങ്ങളും അതിനെ പല രീതിയിലും വളച്ചൊടിക്കാൻ തുടങ്ങി. പൃഥ്വിരാജ് മോഹൻലാലിനെ വഞ്ചിച്ചു എന്ന രീതിയിൽ പല മീഡിയാസും പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി. പൃഥ്വിരാജ് ഒരു മോശം വ്യക്തിയാണെന്ന രീതിയിൽ പോലും പലരും പറയാൻ തുടങ്ങി അല്ലേ. അതോടെ വലിയൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ തന്നെ പൃഥ്വിരാജിനെതിരെ ഉണ്ടായെന്ന് പറയാതെ വയ്യ. അവസാനം ഇതിനെല്ലാം ഒക്കെ ഒരു മറുപടിയായി പൃഥ്വിരാജിന്റെ അമ്മയായിട്ടുള്ള മല്ലിക സുകുമാരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റുമായി വന്നിട്ടുണ്ടായിരുന്നു. അവർ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതോടെ പിന്നീട് അതായി എല്ലാവരുടെയും ചർച്ചാ വിഷയം. എന്തായാലും മല്ലിക സുകുമാരൻ ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: എമ്പുരാൻ എന്ന സിനിമയെ കുറിച്ചുള്ള വിവാദം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ സിനിമയുടെ സംവിധായകൻ എന്റെ മകനായിട്ടുള്ള പൃഥ്വിരാജ് ആണ് എന്നതിനപ്പുറത്തേക്ക് ഈ സിനിമയുമായി ഒരു ബന്ധവും എനിക്കില്ല. അതുകൊണ്ട് തന്നെ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടിലായിരുന്നു ഞാൻ. എന്നാൽ എമ്പുരാൻ എന്ന സിനിമ എടുത്തതിലൂടെ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ള നിർമ്മാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചു എന്ന് ചിലർ മനഃപൂർവ്വം പ്രചരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാവുന്ന എനിക്ക് പൃഥ്വിരാജിനെ ചിലർ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ അങ്ങേയറ്റം വേദനയുണ്ട്. ഇതൊരു അമ്മയുടെ വേദനയാണ്. അത് തുറന്നു പറയുന്നതിന്റെ പേരിൽ ആരും എനിക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിയിട്ടും കാര്യമില്ല. പൃഥ്വിരാജ് ഞങ്ങളെ ചതിച്ചു എന്ന് മോഹൻലാലും നിർമ്മാതാക്കളും ഇതുവരെയും എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി പറയുമെന്നും എനിക്ക് തോന്നുന്നില്ല. മോഹൻലാൽ എന്റെ കുഞ്ഞനുജനാണ്. കുട്ടിക്കാലം മുതൽ ലാലിനെ എനിക്കറിയാം. എന്റെ മകനെ കുറിച്ച് എത്രയോ വേദികളിൽ മോഹൻലാൽ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു. എന്നാൽ ലാലിന്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എന്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട്. പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ടവരെന്നല്ല ഒരു പടവുമായി ബന്ധപ്പെട്ട ആരും ചതിച്ചിട്ടില്ല, ചതിക്കുകയുമില്ല. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് തിരക്കഥ വായിച്ചിട്ടുണ്ട്. എടുക്കുന്ന രംഗങ്ങൾ അപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എടുക്കുന്ന ഘട്ടത്തിൽ സീനുകൾ തിരുത്തണമെങ്കിൽ അതിനുവേണ്ടി എഴുത്തുകാരനായ മുരളി ഗോപി എപ്പോഴും സന്നദ്ധനാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് സിനിമ ഇറങ്ങിയപ്പോൾ അതിന് പൃഥ്വിരാജ് മാത്രം എങ്ങനെ ഉത്തരവാദിയാകും? മല്ലിക മാം ചോദിച്ചത് ഒരു ചോദ്യം തന്നെയാണ് അല്ലെ. പിന്നെ എങ്ങനെ ഉത്തരവാദിയാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ എല്ലാം ഒരു രാഷ്ട്രീയ അജണ്ട, അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാ. ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി പൃഥ്വിരാജിനെ ബലിയാടാക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതൊക്കെ കാണുന്ന ആർക്കായാലും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. എന്തായാലും മല്ലിക മാം പറയുന്ന ബാക്കി കൂടി നോക്കാം. മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരിക്കൽ മകനെ വിളിക്കുമ്പോൾ അവൻ ഗുജറാത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നു. ഞാൻ തിരക്കിലാണമ്മേ, ലാലേട്ടൻ വന്നിട്ടുണ്ട്. ഇതുവരെ എടുത്ത ഓരോ രംഗങ്ങളും ലാലേട്ടന് കാണിച്ചു കൊടുക്കണം, ആന്റണിയുമായി ചർച്ച ചെയ്യണം എന്നാണ് അവൻ പറഞ്ഞത്. ഇവിടെ മല്ലിക മാം അവസാനം പറഞ്ഞ വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് മല്ലിക മാം പൃഥ്വിരാജിനെ വിളിക്കുന്ന സമയത്ത് പൃഥ്വിരാജ് കൊടുത്ത മറുപടി എന്താണ്? തിരക്കിലാണ്, ഇതുവരെ എടുത്ത ഓരോ ഷോട്ടുകളും ലാലേട്ടനായിട്ട് ഡിസ്കസ് ചെയ്യുകയാണെന്നൊക്കെയാണ് അല്ലെ. മല്ലിക മാം ഇങ്ങനെ പറഞ്ഞതിന് പിന്നിലൊരു കാരണമുണ്ട്. അതെന്താണെന്നുള്ളത് പലർക്കും മനസ്സിലായി കാണും. അതായത് സിനിമ ഇറങ്ങി പല BJP അനുകൂലികളും സംഘികളും ലാലേട്ടനെ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ആ സമയത്ത് ലാലേട്ടനെ ന്യായീകരിച്ചുകൊണ്ട് മേജർ രവി ഫേസ്ബുക്കിൽ ഒരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു. ആ ലൈവിൽ മേജർ രവി ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. മോഹൻലാൽ ഈ പടം റിലീസിന് മുന്നേ കാണുന്ന ഒരു സ്വഭാവം ഇല്ല.
അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട്. ഇല്ലാത്ത സമയത്ത്, കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും മോഹൻലാൽ എന്താ പടം കണ്ടിട്ടില്ല കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു. ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും, ഇദ്ദേഹം പടം കണ്ടിട്ടില്ല. ഇതിന്റെ കുറ്റം നിങ്ങൾ മോഹൻലാൽ ഇതൊക്കെ വായിച്ചിട്ടില്ല. കഥ ചില സിസ്റ്റംസ് നിങ്ങൾ മനസ്സിലാക്കണം. പലയിടത്തും പല സിസ്റ്റം. എന്ത് സിസ്റ്റം എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? അങ്ങോട്ട് പറയാനല്ലേ വായി തോന്നിയത്. മേജർ രവി, നിങ്ങൾ സംവിധാനം ചെയ്ത് ലാലേട്ടൻ അഭിനയിച്ച സിനിമ എന്ന് പറയുന്നത് കീർത്തി ചക്രാണ് അല്ലേ? ചിലപ്പോൾ ആ സിനിമ ഇറങ്ങിയ സമയത്ത് പുള്ളിക്കാരൻ ഇതേമാതിരി കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും എന്ന് കരുതി ലാലേട്ടൻ അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും ലാലേട്ടൻ എങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങോട്ട് ഉറപ്പിക്കലാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. ലൂസിഫർ പോലുള്ള ഒരു സിനിമ, പ്രത്യേകിച്ച് പാൻ ഇന്ത്യ ലെവലിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു സിനിമ, ആ സിനിമയെ കുറിച്ച് ലാലേട്ടൻ ഒന്നും അറിയില്ല, ആ സിനിമ ലാലേട്ടൻ കണ്ടിട്ട് പോലുമില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നും വേണ്ട, ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലാലേട്ടന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓരോ സീക്വൻസും എടുക്കുന്ന സമയത്ത് ഡയറക്ടർ വന്ന് ലാലേട്ടനോട് പറയല്ലോ, ഇത് ഇന്ന സീക്വൻസ് ആണ്, ഇത് ഇന്ന പശ്ചാത്തലത്തിൽ എടുക്കുന്ന സീനാണ്, അത് ഉൾക്കൊണ്ട് ഈ രീതിയിൽ അഭിനയിക്കണം എന്നുള്ളത്. ഒരു അഭിനേതാവ്, പ്രത്യേകിച്ച് ഒരു നായകൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് സാഹചര്യം ഉൾക്കൊണ്ട് അഭിനയിക്കണം അല്ലേ? അപ്പൊ എന്ത് സാഹചര്യത്തിലാണ് താൻ അഭിനയിക്കുന്നതെന്ന് ആ അഭിനേതാവിന് മനസ്സിലാവണം. അങ്ങനെ വരുമ്പോൾ സിനിമയുടെ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും ഏത് സാഹചര്യത്തിലാണ് എടുത്തതെന്നുള്ളത് മോഹൻലാലിന് മനസ്സിലാവില്ലോ. അതല്ലാണ്ട് 4 ആൾക്കാർ ലാലേട്ടൻ നിങ്ങളെ തല്ലാൻ വരും, അവരടിച്ചിട്ടോന്നും പറഞ്ഞ് ലാലേട്ടനെ പറഞ്ഞ് പറ്റിച്ച് സീൽ അഭിനയിക്കാനൊന്നും പറ്റൂലല്ലോ. എല്ലാം അറിഞ്ഞു മനസ്സിലാക്കി തന്നെയാണ് ലാലേട്ടൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. ഇങ്ങനെ ലോജിക്ക് ഇല്ലാണ്ട് ന്യായീകരിക്കാൻ വരില്ല എന്റെ രവിചേട്ട. എന്തായാലും ഇതിനുള്ള മല്ലിക മാമിന്റെ പോസ്റ്റിലൂടെയുള്ള മറുപടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇതിനുള്ള മറുപടി ആയിട്ട് മല്ലിക മാം പറയുന്നത് ഇങ്ങനെയാണ്: ഇവർ 2 പേരും അറിയാത്ത ഒരു ഷോട്ട് പോലും എമ്പുരാൻ എന്ന സിനിമയിൽ ഇല്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മോഹൻലാലിന് അറിയാത്ത ഒരു കാര്യവും ഈ സിനിമയിലില്ല. തങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് അവർ 2 പേരും പറയുകയുമില്ല. പിന്നെ എന്തിനാണ് ഇവരുടെ കൂടെ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ചിലർ തെറ്റുധാരണ പരത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂരിനെയും സുഖിപ്പിച്ചാൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്ന് അവർ കരുതി കാണണം. അവർ നേട്ടമുണ്ടാക്കിക്കൊള്ളട്ടെ. മോഹൻലാൽ അറിയാത്ത സ്ക്രിപ്റ്റിൽ പലതും എഴുതി ചേർത്തു എന്നും മോഹൻലാൽ പ്രിവ്യൂ കണ്ടില്ല എന്നുമുള്ള കള്ള പ്രചരണങ്ങളാണ് ഇവർ നടത്തുന്നത്. പ്രിവ്യൂ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ തിരക്ക് ഒഴിവാക്കാറുള്ള ഞാനും എന്റെ മരുമക്കളും കൊച്ചുമക്കളും സിനിമ കണ്ടത് റിലീസിന്റെ ദിവസമായിരുന്നു. പിന്നെ എന്തിനാണ് നടക്കാത്ത പ്രിവ്യൂ മോഹൻലാൽ കണ്ടില്ല എന്നുള്ള നുണപ്രചരണം നടത്തുന്നു? പൃഥ്വിരാജിനെ ബലയാടാക്കി എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാമെന്നുള്ള ധാരണ ആർക്കും വേണ്ട. അവന്റെ ഒപ്പം ഈശ്വരനുണ്ട്. ഞങ്ങൾക്ക് മനുഷ്യരെയല്ല ദൈവത്തെയാണ് ഭയം. ഈശ്വരനാണ് എന്റെയും എന്റെ കുഞ്ഞുങ്ങളെയും ഇതുവരെ വഴി നടത്തിയത്. അതുകൊണ്ട് തന്നെ എന്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ല. ഇത് വേണ്ടായിരുന്നു മേജർ രവി എന്ന് തന്നെയാണ് എനിക്ക് മേജർ രവിയോടും പൃഥ്വിരാജിനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന മറ്റു ചിലരോടും പറയാനുള്ളത്. മേജർ രവി ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് ആർക്ക് വേണ്ടിയായിരുന്നു? പൃഥ്വിരാജ് ചതിച്ചുവെന്ന് മോഹൻലാലോ ആന്റണി പെരുമ്പാവൂരോ ഒരിക്കൽ പോലും പറയില്ല. പിന്നെ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ട് മേജർ രവിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല. പട്ടാള ഗ്രൂപ്പിൽ ചിലത് എന്തൊക്കെയോ വന്നതുകൊണ്ട് പ്രതികരിച്ചു എന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞത്. അതിന് എന്റെ മകൻ എന്ത് പിഴച്ചു? അല്ല, എന്ത് പിഴച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറച്ച് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ അമ്മമാരുടെ നുണപ്രചരണങ്ങൾ കേട്ട് പുള്ളിക്കാരനൊക്കെ വിശ്വസിച്ച് അതെന്നെ സംഭവം. എന്തായാലും മേജർ രവിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയല്ലോ, പള്ളയും നിറഞ്ഞല്ലോ, സന്തോഷം. ഇതിനും മികച്ചൊരു മറുപടി ഇനി വേറെ കൊടുക്കാനില്ല. അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് മറുപടി പറയാൻ മല്ലിക മാം പുലിയാണല്ലോ. കഴിഞ്ഞില്ല, ഇനി പൃഥ്വിരാജിനെതിരെ നുണപ്രചരണം നടത്തിയ മാധ്യമങ്ങൾക്കും മല്ലിക മാം ഇട്ട് കൂട്ടുന്നുണ്ട്. അവർക്ക് വേണ്ടി മല്ലിക മാം തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ആരൊക്കെയോ ഉണ്ടാക്കിയ കഥകളാണ് ഇപ്പൊ ചിലരിലൂടെ പുറത്തു വരുന്നത്. പൃഥ്വിരാജിനെ ഒറ്റ കൊടുക്കാൻ ചില രാഷ്ട്രീയക്കാരും സംഘടനക്കാരും ആരാധകർ എന്ന പേരിൽ ചില വാർത്താ മാധ്യമങ്ങളും മത്സരിക്കുകയാണ്. ഇതിനിടയിൽ പൃഥ്വിരാജിനെ പിന്തുണച്ച ഒരുപാട് പേരുണ്ട്, ഞാൻ അവരെ മറക്കുന്നില്ല. പാർട്ടിയുടെയോ ജാതി മത അടിസ്ഥാനത്തിലോ അല്ല മനുഷ്യനെ സ്നേഹിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്താണ് ഞാനും സുഖേട്ടനും മക്കളെ വളർത്തിയത്. എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും സംഘടനയിലും ഉള്ളവരെ സ്നേഹ ബഹുമാനങ്ങളോട് കൂടെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള ചിലരാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ ചില ചലച്ചിത്ര പ്രവർത്തകരുണ്ടെന്ന സംശയം ഞങ്ങൾക്കുണ്ട്. എനിക്കും എന്റെ മക്കൾക്കോ രാഷ്ട്രീയത്തിന് പേരും പറഞ്ഞു അധികാര കേന്ദ്രങ്ങളിൽ നിന്നോ പ്രസ്ഥാനങ്ങളിൽ നിന്നോ എന്തെങ്കിലും സ്ഥാനങ്ങളോ അധികാരങ്ങളോ പിടിച്ചു വാങ്ങാൻ യാതൊരു മോഹങ്ങളുമില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് വേട്ടയാടുന്നത് എങ്കിൽ അത്തരക്കാരോടാണ് പറയുന്നത്. പൃഥ്വിരാജ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവൻ അച്ഛൻ മരിക്കുന്നത്. നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് തന്നെയാണ് ഞാൻ എന്റെ മക്കളെ വളർത്തിയത്. ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരല്ല. BJPയിലും കോൺഗ്രസിലും CPMയിലും ഒക്കെയുള്ള നേതാക്കളുമായി ഞങ്ങൾക്ക് വളരെ നല്ല അടുപ്പമുണ്ട്. രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇതിൽ ചില നേതാക്കൾക്ക് അഭിപ്രായം മാറ്റേണ്ടി വന്നേക്കാം. പക്ഷെ ഞങ്ങൾ അഭിപ്രായം മാറ്റുന്നവരോ അതിന്റെ പേരിൽ സ്നേഹ ബഹുമാനങ്ങൾ വേണ്ടെന്ന് വെക്കുന്നവരോ അല്ല. വേട്ടയാടുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ: എന്റെ ഒരു തുള്ളി കണ്ണുനീരിന് ഒരു ജന്മം മുഴുവനും അവർ ഈശ്വരന് മാപ്പ് പറയേണ്ടി വരും. ചെയ്യാത്ത കുറ്റങ്ങൾ ആരും ചെയ്തു എന്ന് പറയാൻ പാടില്ല. 70 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മ എന്ന നിലക്ക് ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം. മല്ലിക മാമിന്റെ വളരെ ഹൃദയത്തിൽ തട്ടുള്ള ഒരു വാക്കുകളാണിത് അല്ലേ? സ്വന്തം മകനെ കുറിച്ച് മറ്റുള്ളവരില്ലാത്തത് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ഈ അമ്മ എത്രത്തോളം വേദനിച്ചിട്ടുണ്ട് എന്ന് ഈ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. ഈ അമ്മ അവസാനം പറഞ്ഞത് ഹൃദയത്തിൽ തട്ടി തന്നെ പറഞ്ഞതാണ്: എന്റെ ഒരു കണ്ണുനീരിന് പകരം ഒരു ജീവായുസ് മുഴുവനും നിങ്ങൾ ദൈവത്തിന് മുന്നിൽ മാപ്പ് പറയേണ്ടി വരും എന്നുള്ളത്. തീർച്ചയായും നുണക്കഥ പ്രചരിപ്പിക്കുന്നവർക്ക് തിരിച്ചടി കിട്ടാതിരിക്കില്ല. ഇനി മല്ലിക മാം അടുത്തത് എന്താണെന്ന് പറയുന്നത് കേൾക്കുന്നതിന് മുമ്പ് പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ TVയിൽ അവതാരികയായിട്ടുള്ള സുജയ പാർവതി
ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കേട്ടോക്കാം, എന്നിട്ട് തിരിച്ചു വരാം. നിങ്ങളൊക്കെ പറയുന്നത് പോലെ സംഘപരിവാറിനല്ല, നിർമ്മാതാക്കൾക്കും അതിലെ ബിഗ് ഗമ്മിനുമാണ് പൊള്ളിയത്. മോഹൻലാലിനാണ് യഥാർത്ഥത്തിൽ പൊള്ളിയിരിക്കുന്നത്. പൊള്ളുക മാത്രമല്ല, നല്ല രീതിയിൽ പൊള്ളി കുമളച്ചിരിക്കുകയാണ് മോഹൻലാൽ. കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയ്ക്കാണ് ഇവിടെ ക്ഷതമേറ്റിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ വസ്തുത. സംഘപരിവാറിന് എന്ത് പൊള്ളാൻ? ഒരു സിനിമ കൊണ്ട് സംഘപരിവാർ എന്ന പ്രസ്ഥാനത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ സംഭവിക്കും, RSSും കേന്ദ്ര സർക്കാരും എല്ലാം ഉടനെ ഇടപെട്ടുകൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിപ്പിക്കും എന്നൊക്കെ പലരും വിചാരിച്ചിട്ടുണ്ടാകും. അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും ഈ സിനിമയിൽ വിമർശിക്കപ്പെട്ടു എന്ന് പറയുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും അവർ രണ്ടുപേരുമാണ് ഇതിനകത്തെ പ്രധാന വില്ലന്മാരായി പോർട്രേ ചെയ്യുന്നത് എന്നതാണ് സിനിമ കണ്ടവർ പറയുന്നത്. ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഈ സിനിമ ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെയാണ് 17 വെട്ട് എമ്പുരാനെ വെട്ടാൻ പോകുന്നത്. എപ്പോഴാണ്? വലിയ സൂപ്പർ ഹിറ്റായി, കോടികൾ വാരി, 100 കോടി ക്ലബിൽ കയറി എന്നൊക്കെ പറഞ്ഞ് തുടരെ പൃഥ്വിരാജ് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതേ പൃഥ്വിരാജ് എഡിറ്റിംഗ് ടേബിളിൽ പോയിരുന്ന് വെട്ടണം. 17 വെട്ട് വെട്ടണം, 17 ഭാഗങ്ങൾ വെട്ടിമാറ്റണം. അതും കേന്ദ്ര സർക്കാരോ സംഘപരിവാറോ RSSും ഒന്നും ഈ 17 വെട്ട് വെട്ടാം എന്ന് പറഞ്ഞതല്ല, വെട്ടാൻ പറഞ്ഞതല്ല. അങ്ങോട്ട് പോയി കൈകൂപ്പി പറഞ്ഞതാണ്, ഞാൻ വെട്ടിക്കോളാം, എന്റെ പടം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കരുത്. ശരി, ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? ആദ്യം പറഞ്ഞ് ഇങ്ങനെ ഒരു സിനിമ ഇറക്കിയത് കൊണ്ട് സംഘപരിവാറിനോ BJPക്കോ ഒന്നും സംഭവിക്കാൻ പോണില്ല എന്ന്. പിന്നെ അവസാനം പറഞ്ഞ് പൃഥ്വിരാജ് സംഘപരിവാറിന്റെ കാല് പോയി പിടിച്ചു പോലും. എന്തിന്? സിനിമ ഒഴിവാക്കിയല്ലേ, ഞാൻ സിനിമയുടെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തോളാം എന്നൊക്കെ. ഇവിടെ സംഘപരിവാറിനൊന്നും നഷ്ടപ്പെടാനില്ല എന്നുണ്ടെങ്കിൽ അവരെന്തിനാണ് ഈ സിനിമയും പൊക്കി പിടിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത്? ആദ്യം പറഞ്ഞ് എന്തിനെങ്കിലും ഒന്ന് സുജയ ഉറച്ചു നിൽക്ക്. ആദ്യം ഒന്ന് പറയാം, പിന്നെ അവിടെ മാറ്റി പറയാം അല്ലേ. എന്തായാലും ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല സുജയുടെ രാഷ്ട്രീയ നിലപാട് എന്താണെന്നുള്ളത്. എന്തായാലും സുജയുടെ ഈ പ്രസ്താവനക്ക് മല്ലിക മാം കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. അതൊന്ന് നോക്കാം. മല്ലിക മാം പറയുന്നത് ഇങ്ങനെയാണ്: പൃഥ്വിരാജ് സെൻസർ ബോർഡിൽ പോയി എന്റെ പടത്തിന് മാറ്റം വരുത്തരുതേ എന്ന് കരഞ്ഞു പറഞ്ഞു എന്ന് വിവരക്കേട്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തക പറയുന്നത് കേട്ടു. സെൻസറിംഗ് സമയത്ത് പൃഥ്വിരാജ് അവിടെ ഉണ്ടായിരുന്നത്രേ. പടം സെൻസർ ചെയ്യുമ്പോൾ സംശയം ഉണ്ടായാൽ തീർത്തു കൊടുക്കാൻ സംവിധായകനോ നിർമ്മാതാവോ സ്ഥലത്തുണ്ടാകണം എന്നാണ് ചട്ടം. ഇതൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടെ? ഇതാണ് സുജയ്ക്കുള്ള മല്ലിക മാമിന്റെ മറുപടി. ഇവര് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതായത് ഒരു സിനിമ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സിനിമ സെൻസർ ചെയ്യുന്ന സമയത്ത് സെൻസർ ബോർഡിനൊപ്പം ആ സിനിമയുടെ സംവിധായകൻ ഉണ്ടാവണം. സെൻസർ ബോർഡിന് എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാണെങ്കിൽ തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പൃഥ്വിരാജിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ സിനിമ ആദ്യം സെൻസർ ചെയ്ത് തിയേറ്ററിൽ ഇറക്കിയിട്ടുള്ളത്. ഇതൊന്നും അറിയാതാണ് ഇവർ ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരുമല്ലേ, അങ്ങനെ ഇറക്കിയ പടം പിന്നെയും എന്തിനാണ് രണ്ടാമത് സെൻസർ ചെയ്ത് വീണ്ടും അടുത്തൊരു പതിപ്പ് ഇറക്കുന്നത് 2.5 മിനിറ്റ് കട്ട് ചെയ്തുകൊണ്ട് എന്നുള്ളത്? അതിന് മറുപടി ഉണ്ട്. അതായത് ഈ സിനിമ ഇത്രയും കോൺട്രവേഴ്സ്യലായി മാറിയല്ലോ, ഒരുപാട് വിവാദമായിട്ട് മാറി. ആ സാഹചര്യത്തിൽ സെൻസർ ബോർഡ് തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകരോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്, ഈ സിനിമ ഇനി പ്രദർശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന ഭാഗങ്ങൾ കട്ട് ചെയ്യണം, എന്നാൽ സിനിമ പ്രദർശിപ്പിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന്. സെൻസർ ബോർഡ് അങ്ങനെ അവകാശപ്പെടുമ്പോൾ അതിന് കീഴ്പ്പെട്ട് കൊടുക്കുകയെ സിനിമ അണിയറ പ്രവർത്തകർക്ക് നിർവാഹമുള്ളൂ. അങ്ങനെയാണ് ഈ സിനിമയിൽ ചില ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അതല്ലാണ്ട് പൃഥ്വിരാജ് അങ്ങോട്ട് സെൻസർ ബോർഡിനെ സമീപിച്ച് പറഞ്ഞതല്ല, എന്റെ പടത്തിന് ചില ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്തിരുമെന്ന്. അങ്ങനെ പൃഥ്വിരാജിനുണ്ടെങ്കിൽ ഓൾറെഡി സെൻസറിങ് കഴിഞ്ഞ പടമാണത്. ഇനി എന്തിനാണ് സെൻസർ ബോർഡിനെ പിടിച്ച് കാണിക്കേണ്ടത്? പൃഥ്വിരാജിനെ എന്നെ സ്വമേധ്യ കട്ട് ചെയ്തിട്ട് അതിനെ വേറെ പതിപ്പ് ഇറക്കിയാൽ പോരെ? സെൻസർ ബോർഡിന് വീണ്ടും കാണിക്കേണ്ട ആവശ്യമുണ്ടോ? വീണ്ടും ഈ പടം സെൻസറിങ്ങിന് വിധേയമാക്കുന്നുണ്ടെങ്കിൽ ആദ്യം സെൻസറിംഗ് ബോർഡ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം ബോധെങ്കിലും വേണം ഈ വിവരക്കേട് വിളമ്പുന്ന മാധ്യമ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് സുജയ പാർവതിക്ക്. എന്തായാലും സുജയ പാർവതിക്കും കിട്ടാനുള്ളത് പള്ളർച്ചും കിട്ടിയല്ലോ, സന്തോഷം. ഇനിയും മല്ലിക മാം ചില കാര്യങ്ങളും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അടിക്കടി അഭിപ്രായങ്ങൾ മാറ്റുന്ന മന്ദബുദ്ധിയാണ് പൃഥ്വിരാജ് എന്ന് മറ്റൊരു ചാനൽ അവതാരിക ചോദിക്കുന്നത് കേട്ടു. ആ വാക്ക് ഇങ്ങനെ പരിചയമായി ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ്. അടിക്കടി ചാനലുകളിൽ നിന്നും ചാനലുകളിലേക്ക് മാറി കളിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെ പോലെ അഭിപ്രായം മാറ്റുന്നവനല്ല പൃഥ്വിരാജ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. നല്ല കിടുക്കാച്ചി മറുപടി തന്നെ. എന്തായാലും കൊടുക്കാനുള്ളവർക്ക് നല്ല കൃത്യമായിട്ട് മല്ലിക മാമും കൊടുത്തു കഴിഞ്ഞു അല്ലേ. എന്തായാലും എല്ലാവർക്കും വയറ് നിറച്ച് കിട്ടിയല്ലോ, സന്തോഷം. ഇനി ഇതെല്ലാം കേട്ട് മോഹൻലാൽ മാപ്പ് പറഞ്ഞേ സിനിമയുടെ പല ഭാഗങ്ങളും കട്ട് ചെയ്തേ എന്നും പറഞ്ഞ് ആഘോഷിക്കാൻ വരുന്നവരോട് നിങ്ങൾ നിങ്ങളുടെ തന്നെ വിലയാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. കാരണം മുമ്പ് കേരളത്തിൽ നിന്ന് 35,000 ആളുകൾ IS-ൽ പോയി ചേർന്നു എന്ന കഥയും ഉണ്ടാക്കിക്കൊണ്ട് കേരള സ്റ്റോറി എന്നൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നല്ലോ. റിയാലിറ്റിയെ കള്ളമാക്കി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ആ സിനിമ എല്ലാവരും എതിർത്തപ്പോ നിങ്ങൾ പറഞ്ഞെന്താണ്? അത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, അതിനെന്തിനാണ് വിമർശിക്കുന്നത് എന്നാണ് അല്ലെ. അതേ നിങ്ങൾ തന്നെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടൊരു ഭാഗം മറ്റൊരു സിനിമയിൽ കാണിച്ചപ്പോ അത് ഒഴിവാക്കാൻ വേണ്ടി മുറവിളി കൂട്ടുന്നു, അതിന് അണിയറ പ്രവർത്തകരെ കടന്ന് ആക്രമിക്കുന്നു. നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെ പോയി? അതിന് മറുപടി ഇല്ലേ? എന്തായാലും കൊള്ളാം, ആഘോഷിച്ചു കൊള്ളൂ. നിങ്ങളുടെ പല്ല് തന്നെയാണ് നിങ്ങൾ സ്വയം കുത്തി നാറ്റിക്കുന്നതെന്ന് ഓർമ്മിച്ചു കൊള്ളട്ടെ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.